നമസ്കാരം. നീതിയുടെ, കർമ്മത്തിന്റെ, കഠിനാധ്വാനത്തിന്റെയൊക്കെ ഗ്രഹമായ ശനിദേവൻ ശനിജയന്തിക്ക് ശേഷം മെയ് 17-ാം തീയതി മീനൻ രാശിയിലുള്ള രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്ര പരിവർത്തനം നടത്തും. ഒക്ടോബർ 9-ാം തീയതി വരെ രേവതി നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുക. രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ബുധന്റെ നക്ഷത്രത്തിൽ ശനിദേവൻ സഞ്ചരിക്കുമ്പോൾ ആത്മധൈര്യവും ബുദ്ധിസാമർഥ്യവും അറിവും വർദ്ധിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. നല്ല തീരുമാനമെടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും. അതുപോലെ പുതിയ മാറ്റങ്ങൾ, പുതിയ തുടക്കമൊക്കെ ഉണ്ടാകും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. ശനിദേവന്റെ രേവതി നക്ഷത്രത്തിലുള്ള ഈ സഞ്ചാരം എല്ലാ രാശിക്കാരിലും നക്ഷത്രക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക. അനുകൂല ഫലങ്ങളും ഭാഗ്യവും കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർ, കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യ നക്ഷത്രക്കാർ, തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർ, വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ, മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർ, കുംഭൻ രാശിക്കാരായ അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രക്കാർ. ഇത്രയും നക്ഷത്രക്കാർക്കാണ് കൂടുതലായിട്ട് അനുകൂല ഫലങ്ങൾ കിട്ടുക. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.